വലിയ നോയമ്പിൻ്റെ ഒരു സ്പെഷ്യലായത്. ഇതിനകത്ത് നമ്മൾ കായ ഒന്നും ചേർക്കത്തില്ല. അതിന് പകരം മേത്തി ലീഫ്, പുതിന ഇല, മല്ലിയില, കറിവേപ്പില ഇതാ ചേർത്തേക്കുന്നത്. ഞാൻ വാവാ റോയി വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് ഈ കുരുമുളകൊന്ന് വറുത്തെടുക്കാം. കുരുമുളക് മൂത്തു ഇതാണ്ടോ പൊട്ടുന്ന കണ്ടോ, ഇതാണ് അതിൻ്റെ പരുവം. ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട, ചുമ്മാതെ തവയ്ക്കകത്തോട്ടങ്ങ് വറുത്തെടുത്താൽ മതി. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഞാൻ വലിയ ഉരുളി എടുത്ത് വെക്കുക. എന്താണെന്നറിയുമ്പോൾ നമ്മളിതെല്ലാം ഇട്ട് ഇളക്കുമ്പോൾ താഴെ പോകാതിരിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കൂടെ തന്നെ കറിവേപ്പില, മല്ലിയില, മേത്തി ലീഫ്, പുതിന ഇല ഇതും കൂടി ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് എൻ്റെ ഇരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ചെറിയ ചുവന്നുള്ളി അത് തോനെ ഇട്ടോണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. വലിയ നോയമ്പ് വരുമല്ലേ, അപ്പം നമുക്ക് സ്പെഷ്യലായിട്ടൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കാം. എന്താ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മൂക്കാൻ തുടങ്ങുമ്പം ശ്രദ്ധ വേണം, തീ കുറച്ചേക്കണം, ഇളക്കി കൊടുക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്കും ബാച്ചിലറായി താമസിക്കുന്നവർക്കൊന്നും ഈ ചമ്മന്തിപ്പൊടിയൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അവർക്ക് ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും ഇതേപോലെ ഉണ്ടാക്കി പഠിക്കും. അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സമയം നമുക്ക് കിട്ടിക്കാണത്തില്ല. അപ്പോൾ അവർ തന്നെത്താൻ പാചകമൊക്കെ ചെയ്യുന്ന കുട്ടികളോ ഭർത്താവോ ഉണ്ടെങ്കിൽ അവരും ഇത് നോക്കിയൊന്ന് പാചകം ചെയ്യും. അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ, മറക്കരുതേ. മൂപ്പ് മുക്കാലുമായി. ഇനി നമുക്ക് അതിനകത്തോട്ട് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ധാരാളം ഇട്ടിട്ടുണ്ട്. അപ്പം വേറെ കറിയൊന്നും ഇല്ലാത്ത ദിവസം ഇത് മാത്രം കൂട്ടി നമുക്ക് കഴിക്കാൻ സാധിക്കും. ഒരു തോരനും കൂടെ ഉണ്ടെങ്കിൽ നോയമ്പ് സമയത്ത് ഒരു നേരത്തെ ആഹാരം ഖുഷിയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ധാരാളം ഇട്ട് കൊടുക്കുക. കുരുമുളക് ധാരാളം ഇടുക. പിന്നെ മൂക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചോണം. മൂപ്പിക്കുമ്പോൾ മൂത്തു പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലായിരിക്കണം. ഇതിനകത്ത് ഏതെല്ലാം ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്തിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഫുൾ കണ്ടിട്ട് ഒരു നെല്ലിക്കയുടെ അളവിൽ വാളംപുളി ഇട്ട് കൊടുക്കണം. ദേ ഇത്രയും മൂത്താൽ മതി. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കാം. ഇനി ഇതിൻ്റെ ചൂടിൽ ഒന്നും കൂടെ മൂത്തോളൂ. നമുക്കത് വൃത്തിയായിട്ട് തണുക്കുന്നിടം വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, നമുക്ക് പൊടിച്ച് തുടങ്ങാം. മിക്സിയുടെ ജാറിലോട്ട് വറുത്ത് വച്ചേക്കുന്ന കുരുമുളക്, അതിനകത്തുനിന്ന് പുളി കൂടി ഇങ്ങെടുത്തു, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ഈ ജാറിലിട്ട് ഇത് മാത്രം ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ ആണെങ്കിൽ അമ്മച്ചി ഇങ്ങനെ വറുത്ത് തന്നിട്ട് ഇടികല്ലുണ്ട്, ഇടികല്ലിനകത്തിട്ട് ഇടിച്ചു കൊടുക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ദേന്തമ്പരാൻ എല്ലാം തന്നപ്പം നമുക്കിപ്പം ഒന്നും ഇടിക്കുകയൊന്നും വേണ്ട, മിക്സിലോ ഇട്ടിട്ട് ഒരു കറക്കങ്ങ് ഇറക്കിയാൽ മതി. അപ്പം നമുക്കൊന്ന് അത് പൊടിച്ച് അത് നമുക്ക് ഈ പാത്രത്തിലോട്ടിടാം. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും അതേപോലെ കുറേശ്ശെ ഇട്ട് നമുക്ക് പൊടിച്ച് അതിൻ്റെ കൂടെ ചേർക്കാം. ഓക്കെ, നമ്മൾ പൊടിച്ചു അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ബാക്കിയിരിക്കുന്നതെല്ലാം കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചു ഇനി അതെല്ലാം കൂടെ ചേർത്ത് വൃത്തിയായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ നോക്കണം. സ്വാദിഷ്ടമായ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി നമ്മുടെ നോയമ്പിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുക. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിക്കുക. വൃത്തിയായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് നല്ല വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഒരല്പം ടേസ്റ്റ് നോക്കാം, എല്ലാം ഉണ്ടോ എന്ന് നോക്കട്ടെ. കൊള്ളാം. ഉപ്പും പുളിയും എരിയും ലീഫിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും എല്ലാം ഉണ്ട്. ഓക്കെ, സ്വാദിഷ്ടമായ വലിയ നോയമ്പ് സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി. ഇനിയും ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.